ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതൂസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെയർ ജെൽ ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനായിട്ട്, മുടി പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നൈറ്റൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒരു വട്ടം കൂടി പറയാം. കാരണം നമുക്ക് പുതിയ മെമ്പേഴ്സ് ഒരുപാട് പേര് ഡേ ടു ഡേ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം. നമ്മളൊരു 6 വർഷമായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വെറും 7 ദിവസം കൊണ്ട് എത്ര കൂടി മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. വാങ്ങിയവരുടെ റിസൾട്ട് കാണാനായിട്ട്, പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. ഹെയർ ഓയിൽ മാത്രമല്ല 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. സ്കിൻ വൈനിങ് ഓയിൽ, സ്കിൻ വൈനിങ് സോപ്പ്, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെൽ, ആയുർവേദ കഷായ ഷാമ്പു, അങ്ങനെ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും പ്രൊഡക്ട്സ് വാങ്ങാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. അപ്പം നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഹെയർ ഗ്രോത്ത് ജെൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടുപ്പത്തിലുള്ള തേയില വെള്ളമാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തേയില എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് 1/2 ഗ്ലാസ് ആവുന്നതുവരെ തീ സിമ്മിലിട്ടും കൊണ്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളം കിട്ടും. അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ഇതിന് മുന്നേ ഒത്തിരി ഹെയർ ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു നെല്ലിക്ക. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ജെൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് സിൽക്കി ഹെയറായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജെല്ലാണിത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേയില വെള്ളവും ഫ്ലാക്സ് സീഡും നെല്ലിക്ക മുറിച്ചതും ഇട്ട് കൊടുക്കുക. തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു 5 മിനിറ്റ്സോളം തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ്സ് തീ സിമ്മിലിട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് അരിപ്പയിലെ ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ജെല്ല് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇച്ചിരി ചൂടാറിയതിന് ശേഷമാണ് അരിപ്പൊക്കെ എടുത്തു വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കണം. ഇത്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു, അത് കാരണം കുറച്ച് ജെല്ലാണ് കിട്ടിയത്. ആ സെയിം മിക്സ് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്നും കൂടിയും ചൂടാക്കിയിട്ട് വീണ്ടും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജെല്ല് കിട്ടും. എത്ര ജെല്ല് വേണമെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പം ജെല്ല് വരുന്നില്ല, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അല്പം കൂടി വെള്ളം ചേർത്തൊന്ന് ചൂടാക്കി എടുക്കുക, വീണ്ടും അരിച്ചെടുക്കുക. ഇഷ്ടംപോലെ ജെല്ല് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ, അതായത് ഈ ഒരു തേയില വെള്ളം ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ട് തന്നെ എത്ര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ജെല്ല് നമ്മളുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ തലയോടിലും മുടിയുടെ തുമ്പിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക. നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട്. നമ്മുടെ തലയിലുണ്ടാകുന്ന താരം പോകാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, പ്രീമച്വർ ഗ്രേ ഹെയർ മാറാനായിട്ട്, മുടി നീളം വയ്ക്കാൻ, ഉള്ളു കൂടാനായിട്ട് എല്ലാത്തിനും ഇത് നല്ലതാണ്. ആഴ്ചയിൽ 3-4 വട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയധികം റിസൾട്ട് തരുന്ന ഒരു ജെല്ലാണ് കേട്ടോ ഇത് നമുക്കൊരു 1 വീക്കിലേക്ക് വരെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മതി കേട്ടോ. ഫ്ലാക്സ് സീഡിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡുകളും പ്രോട്ടീൻ, വിറ്റാമിൻ ഇ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ജെൽ ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറുന്നതും അതുപോലെ തന്നെ നമ്മളുടെ മുടിയൊക്കെ നല്ല സിൽക്കി ഹെയർ ആകുന്നത്. മുടി കൂടുതൽ ബലം കിട്ടാനായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ജെല്ല് ഉപയോഗിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. മുടിക്ക് കരുത്ത് കുറയുമ്പോഴാണ് മുടി പൊട്ടിപ്പോകുന്നത്. അതെല്ലാം മാറ്റാനായിട്ട് ഈ ജെല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ ഇതിൽ നെല്ലിക്ക എന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെല്ലിക്ക ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ജെല്ലും പാക്കൊക്കെ ചെയ്യുമ്പോൾ അകാലനര മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട്, അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി വളർത്താനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണിത്. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.